Dear students, welcome to the new video lecture on circuits and networks. I am Deepak Pide from Vidya Academy of Science and Technology. In today's video, I will be explaining about unbalanced star connection. Specifically, I will be explaining a four-wire star connected system, and a problem related to that type of network is also discussed. So, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു അൺബാലൻസ്ഡ് ഫോർ വയർ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആണ്. അൺബാലൻസ്ഡ് എന്ന് പറയാൻ കാരണം നമ്മൾ ഡെൽറ്റയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇമ്പീഡൻസുകൾ, 3 ഇമ്പീഡൻസുകളുണ്ട്. അത് നമ്മൾ ഡിനോട്ട് ചെയ്ത് ZRN, ZYN ആൻഡ് ZBN എന്നാണ്. ഈ 3 ഇമ്പീഡൻസുകൾ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ വാല്യൂസ് ഡിഫറൻ്റ് ആണെങ്കിൽ സിസ്റ്റത്തിന് എന്ത് പറയാം, അൺബാലൻസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഇനി ലോഡ് അൺബാലൻസ്ഡ് ആണെങ്കിലും നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലത്തിൽ എപ്പോഴും മിക്കവാറും ഈ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. സോ ഇപ്പോൾ an unbalanced സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ഈസ് കണക്റ്റഡ് ടു 400 വോൾട്ട് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, നമ്മുടെ ലൈൻ ടു ലൈൻ വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, 400 വോൾട്ടാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ആറിനും വൈക്കും ഇടയിലുള്ള വോൾട്ടേജ് VRY നമുക്ക് എന്ത് പറയാം, 400. അതിന് നമ്മൾ ആംഗിൾ, റെഫറൻസ് ആംഗിളായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, 0 കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ VRIക്ക് എപ്പോഴും നമ്മൾ 3 ഫേസിലാണെങ്കിലും AC-യിലത്തെ പ്രോബ്ലത്തിൽ എന്ത് വേണം, ഒരു റെഫറൻസ് ആംഗിൾ വേണം, അല്ലെങ്കിൽ റെഫറൻസ് ക്വാണ്ടിറ്റി വേണം. അപ്പോൾ നമ്മൾ ആ റെഫറൻസ് ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ വെക്കുന്നത് എന്താണ്, RY, ആറിനും വൈക്കും ഇടയിലുള്ള വോൾട്ടേജിനെയാണ്. ഇപ്പോൾ VRY ഇതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, VYB ഈസ് ഈക്വൽ ടു എന്താണ്, 400 ആംഗിൾ -120 എന്ന് കൊടുക്കാം. ആൻഡ് VBR ഈസ് ഈക്വൽ ടു 400 ആംഗിൾ +120 എന്നും പറയാം. ഓക്കെ, ഇത് RYB ഫേസ് സീക്വൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി RYBക്ക് പകരം RBY ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എവിടെയാണ്, VRY നമ്മൾ 400 ആംഗിൾ 0 തന്നെ എടുക്കും. VYB എന്തെടുക്കണം, 400 ആംഗിൾ +120 എടുക്കണം. VBR എന്തെടുക്കണം, 400 ആംഗിൾ -120 എടുക്കണം. ഇഫ് ദ ഫേസ് സീക്വൻസ് ഈസ് RBY, അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഫേസ് സീക്വൻസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റത്തെ, അതായത് VRY നമ്മൾ എന്തെടുക്കും, ആംഗിൾ 0, ആൻഡ് VYB ആംഗിൾ -120 ആൻഡ് VBR ആംഗിൾ +120 എടുക്കും. സോ ഇത് ഈ 3 വോൾട്ടേജുകളും ലൈൻ വോൾട്ടേജുകളാണ്. ഈ ലൈൻ വോൾട്ടേജുകളെല്ലാം എന്താണ്, ബാലൻസ്ഡ് ആണ്. ഓക്കെ, സോ അത് നമുക്ക് മിക്ക പ്രോബ്ലത്തിലും അത് തന്നിട്ടുണ്ടാവും. നമ്മളപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഈ 3 വോൾട്ടേജുകൾ എന്ത് ചെയ്യുക, ലൈൻ വോൾട്ടേജുകൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഇനി അൺബാലൻസ്ഡ് ഫോർ വയർ സിസ്റ്റം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ അതിലത്തെ ഇപ്പോൾ കറണ്ട്, ഫേസ് കറണ്ട് അല്ലെങ്കിൽ ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് എന്താണ്, ഫേസിലത്തെ കറണ്ട്, അതായത് നമ്മുടെ ഇമ്പിഡൻസിൽ കൂടെയുള്ള കറണ്ടും ലൈനിൽ കൂടെയുള്ള കറണ്ടും സെയിം തന്നെയായിരിക്കും. ഫേസ് കറണ്ട് ആൻഡ് ലൈൻ കറണ്ട്സ് ആർ സെയിം. ഓക്കെ, ദെൻ വൈ ഫേസിലത്തെ ആണെങ്കിലും IY എന്ന് പറയുന്നത് തന്നെയാണ് ഫേസ് കറണ്ടിൽ കൂടെ, ഫേസിൽ കൂടെ പോകുന്നത്. ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആ ഇമ്പിഡൻസിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെൽറ്റയിലാണെങ്കിൽ ഇമ്പിഡൻസ്, ആ ഇമ്പിഡൻസ് എവിടെയാണ്, അപ്പോൾ ZRY YB ഒക്കെ ആയിരിക്കും ഡെൽറ്റയിൽ ഇമ്പിഡൻസുകൾ വരിക. അപ്പോൾ ഇമ്പിഡൻസിൽ കൂടെയുള്ള കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫേസ് കറണ്ട് എന്ന് പറയുക. ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് അതിനെ നമ്മൾ ലൈൻ കറണ്ട് എന്ന് പറയും. ഇവിടെ ലൈൻ സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് ലൈൻ കറണ്ടും ഫേസിൽ കൂടെ പോകുന്ന കറണ്ടും തന്നെയാണ്, സെയിം ആയിരിക്കും എല്ലാ ഫേസിലും, അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞു, സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് തന്നെയാണ്. ഡെൽറ്റയിലാണെങ്കിലും ലൈൻ വോൾട്ടേജ് തന്നെയാണ്. ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആയിട്ട് വരും. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ പക്ഷേ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം അല്ല. ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. അത് എപ്പോഴും ചെയ്യേണ്ടത്, ഇപ്പോൾ അൺബാലൻസ്ഡ് ഫോർ വയർ സിസ്റ്റം ആണെങ്കിലാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫേസ് വോൾട്ടേജും ഫോർ വയർ സിസ്റ്റത്തിൽ, ഫോർ വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ന്യൂട്രൽ വയർ ഉണ്ട്. ന്യൂട്രൽ വയർ സിസ്റ്റത്തിൽ ഫേസ് വോൾട്ടേജും എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. ന്യൂട്രൽ ഇല്ലാത്ത സിസ്റ്റം, അതിനെ 3 വയർ സിസ്റ്റം, അതിനെ പറയുന്നതായിരിക്കും, അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആ കേസിൽ ഫേസ് വോൾട്ടേജ് ബാലൻസ്ഡ് ആവില്ല. അതുകൊണ്ട് ഫേസ് വോൾട്ടേജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് കണ്ടുപിടിക്കാൻ വേറെ വഴികളുണ്ട്. ഇവിടെ പക്ഷേ ഫോർ വയർ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഫേസ് വോൾട്ടേജും ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഫേസ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈൻ വോൾട്ടേജ് ബൈ √3 ആയിരിക്കും. അതായത് ഈ കേസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളിൽ എത്രയാണ്, 400 വോൾട്ടേജ് ആണ് സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു. അപ്പോൾ 400/√3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫേസ് വോൾട്ടേജ്. ഓരോ ഫേസിനും അല്ലെങ്കിൽ ഓരോ ഇമ്പിഡൻസിനും അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
സോ നമുക്ക് എന്താണ് ഫസ്റ്റ് ഫേസ്, അതായത് ZRNന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പോയിന്റിനും ഇടയിലുള്ള വോൾട്ടേജ്. അത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ R ആണ്. ഈ പോയിന്റ് നമ്മുടെ ന്യൂട്രൽ പോയിന്റ് ആണ്. സോ ZRNന് അക്രോസുള്ള വോൾട്ടേജിനെ നമുക്ക് എന്ത് പറയാം? VR എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? VL ആൻഡ് ആംഗിൾ √3. ഓക്കെ, സോ VR എന്ന് നമുക്കറിയാം, മാഗ്നിറ്റ്യൂഡ് അറിയാം, ആംഗിൾ അറിയാം. ദെൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈൻ വോൾട്ടേജിൻ്റെ ആംഗിൾ ഞാൻ ഫസ്റ്റത്തെ ആംഗിൾ 0 എടുക്കുകയാണെങ്കിൽ ബാക്കി അടുത്തതിൻ്റെ -120 പിന്നത്തെ ലൈൻ വോൾട്ടേജിൻ്റെ +120 ആണ് എടുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇവിടെ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ സ്റ്റാർ കണക്ഷനാണ് എങ്കിൽ ഫേസ് വോൾട്ടേജിനാണ് റെഫറൻസ് 0 ഒക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈൻ വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ VRN ഈസ് ഈക്വൽ ടു എന്താണ്? ലൈൻ വോൾട്ടേജ് ബൈ √3 ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ ആംഗിളാണ് കേട്ടോ 0 എടുക്കുക. നേരത്തെ പോലെ ലൈൻ വോൾട്ടേജ് അല്ല റെഫറൻസ് ആയിട്ട് എടുക്കുക, ഫേസ് വോൾട്ടേജ് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. അതാണ് കൂടുതൽ എളുപ്പം. ഓക്കെ, അപ്പോൾ VRN നമുക്ക് കിട്ടി. VL എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ അത് 400 ആവാം. 400 ബൈ √3 ആംഗിൾ 0 ചെയ്താൽ VRN കിട്ടി. അപ്പോൾ VYN എന്തായിരിക്കും? സെയിം മാഗ്നിറ്റ്യൂഡ് VL ബൈ √3 ആംഗിൾ -120 ആയിരിക്കും. ദെൻ VB എന്ന് പറയുന്നത് എന്തായിരിക്കും? VL ബൈ √3 ആംഗിൾ +120 ആയിരിക്കും. ഇത് ഫേസ് സീക്വൻസ് RYB ആണെങ്കിൽ. RBR ആണെങ്കിൽ എന്തായിരിക്കും? VYNൻ്റെ ആംഗിൾ +120 ആയിരിക്കും, VBNൻ്റെ ആംഗിൾ എന്തായിരിക്കും? -120 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം തന്നെ. ഓക്കെ, സോ ഈ ഫേസ് വോൾട്ടേജുകൾ കിട്ടി. ഫേസ് വോൾട്ടേജുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇവിടുത്തെ വോൾട്ടേജ് കിട്ടി. ഓക്കെ, സോ ആ വോൾട്ടേജ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ കറണ്ടിന് നമുക്ക് എന്താണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്? IR ആണ്. സോ IR ഈസ് ഈക്വൽ ടു എന്ത് വരും? IR എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പിഡൻസ് ZRN കൂടെ പോകുന്ന കറണ്ടാണ്. അപ്പോൾ അതിന് അക്രോസുള്ള വോൾട്ടേജ് VRN ബൈ ZRN ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? IR കിട്ടി. അതേപോലെ തന്നെ ഓരോ ഫേസിലത്തെയും കറണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, IY എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VYN. IY എന്ന് പറയുന്നത് ഈ ഫേസിൽ കൂടെ പോകുന്നതാണ്. സോ ആ ഫേസിന് അക്രോസുള്ള വോൾട്ടേജ് എന്തായിരുന്നു? VYN ബൈ ZYN ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? IY ആയി. അതേപോലെ IB എന്ന് പറയുന്നത് എന്താണ്? ഈ ഫേസിൽ കൂടെ ZBN കൂടെ പോകുന്ന കറണ്ടാണ്. സോ IB ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? VBN ഡിവൈഡഡ് ബൈ ZBN ചെയ്താൽ മതി. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റയിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ഫേസിലത്തെ കറണ്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അവിടെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്. ദെൻ ആ ഫേസ് വോൾട്ടേജിൻ്റെ ഒരു ഫേസ് വോൾട്ടേജ് VRYയുടെ ആംഗിൾ നമ്മൾ എന്തെടുക്കും? 0 എടുക്കും. ബൈ ZRY ചെയ്ത് കഴിഞ്ഞാൽ IRY കണ്ടുപിടിക്കാൻ പറ്റും. അത് ഫേസിലത്തെ കറണ്ടാണ്. ഇതേപോലെ തന്നെ ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ എന്ത്? ഫേസ് കറണ്ടാണ്. ഫേസ് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലൈൻ വോൾട്ടേജ് ബൈ √3 ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ആംഗിളുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കോംപ്ലക്സ് ഫോമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതായത് IR നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു VRN ബൈ ZRN ആണ്. ഇപ്പോൾ VRN ഞാൻ പറഞ്ഞു നേരത്തെ വാല്യൂ ആണെന്ന് വെച്ചാൽ 400 ബൈ √3. 400 ആണ് സപ്ലൈ വോൾട്ടേജ്. ആംഗിൾ 0 കൊടുക്കണം. ഡിവൈഡഡ് ബൈ ZRN. സപ്പോസ് അത് 2 + j3 ആണെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കോംപ്ലക്സ് ഫോമിലിട്ട് തന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ ആൻസർ കിട്ടുക കോംപ്ലക്സ് ഫോമിലായിരിക്കും. മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കിട്ടുന്നതായിരിക്കും. ഇതേപോലെ ഓരോ ഫേസിലത്തെയും കറണ്ടുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഫേസ് കറണ്ട് തന്നെയാണ് എന്ത്? ലൈൻ കറണ്ട്. അപ്പോൾ ഫേസ് കറണ്ടും കിട്ടി, ലൈൻ കറണ്ടും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ സപ്പോസ് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫേസിലത്തെയും പവർ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഡെൽറ്റയിൽ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ഫേസിലത്തെയും പവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പവർ എന്തായിരിക്കും? അവിടുത്തെ കറണ്ട്, അവിടുത്തെ വോൾട്ടേജ് എന്താണ്? VRN ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. എപ്പോഴും പവറിൻ്റെ ഇക്വേഷനിൽ മാഗ്നിറ്റ്യൂഡ് മതി. ദെൻ അതിൽ കൂടെയുള്ള കറണ്ട് IR ഇൻറ്റു കോസ് ∅RN. ഈ ∅R എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ZRNൻ്റെ ആംഗിൾ. Z എന്ന് പറയുന്നത് ഇപ്പോൾ 2 + j3 ആണെങ്കിൽ അതിനെ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. അല്ലെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് 3/2 ചെയ്താൽ മതി. XL/R
ആ ഫോർമുല വെച്ചാലും നമുക്ക് എന്ത് കിട്ടും? 5Rn കിട്ടും. സോ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസിലത്തെ വോൾട്ടേജ് ഇൻറ്റു അവിടുത്തെ കറണ്ട് ഇൻറ്റു കോസ് ഓഫ് 5Rn, അവിടുത്തെ ഇമ്പിഡൻസിൻ്റെ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഫേസിലത്തെ പവർ കിട്ടും. അപ്പോൾ ടോട്ടൽ പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ഈ ഫേസിലത്തെ പവറും വേണം, ഈ ഫേസിലത്തെ പവറും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വൈ ഫേസിലത്തെ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? VYN, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു IY ഇൻറ്റു കോസ് 5YN. അതേപോലെ ആർ ഫേസിലത്തെ പവർ എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് VRN, അവിടുത്തെ കറണ്ട് IR ഇൻറ്റു കോസ് 5BN. സോറി, ബി ഫേസിലത്തെ ആകുമ്പോൾ VBN, IB ആൻഡ് കോസ് 5BN. ഓക്കെ, ഇത്രയും ചെയ്താൽ ടോട്ടൽ ആക്റ്റീവ് പവറായി. റിയാക്റ്റീവ് പവർ ആണെച്ചാൽ കോസിന് പകരം എന്തെടുക്കണം? സൈൻ എടുക്കണം. അപ്പാരൻറ്റ് പവർ ആണെച്ചാൽ V ഇൻറ്റു I ചെയ്താൽ മതി. ഓരോ ഫേസിലത്തും V ഇൻറ്റു I. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ അൺബാലൻസ്ഡ് 4 വയറിൻ്റെ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ആ സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്? മിക്കപ്പോഴും ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ലൈൻ വോൾട്ടേജ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഫേസ് വോൾട്ടേജ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ് തന്നെയായിരിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ലൈൻ വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫേസ് വോൾട്ടേജ് VL/√3 ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് VRNും VYNും VBNും കോംപ്ലക്സ് ഫോമിൽ എഴുതാം. ആ വി ഫേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? വി ഫേസ് എന്ന് എഴുതിയുള്ളത് VL/√3നെയാണ്. സോ വി ഫേസ് ആംഗിൾ 0 ആയിരിക്കും VRN, VYN വി ഫേസ് ആംഗിൾ -120 ആയിരിക്കും, VBN വി ഫേസ് ആംഗിൾ +120 ആയിരിക്കും. ഓക്കെ, സോ ആ വോൾട്ടേജുകൾക്ക് കിട്ടി. പിന്നെ ഈച്ച് ഇമ്പിഡൻസ് നമുക്കറിയാം, ഡെൽറ്റ കണക്ഷനിൽ അൺബാലൻസ്ഡ് സിസ്റ്റത്തിൽ ഇമ്പിഡൻസ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫേസ് കറണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ VRN/ZRN ചെയ്താൽ IR കിട്ടും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ VRNും ZRNും കോംപ്ലക്സ് ഫോമിലാണ് എഴുതേണ്ടത്. അത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കോംപ്ലക്സ് മോഡിലിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടാണ് എന്ത് കിട്ടുക? IRും കിട്ടുക, IYയും കിട്ടുക, IBയും കിട്ടുക. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ IR ഇങ്ങോട്ട് വരുന്നതാണ്, IY ഇൻകമിങ് കറണ്ടാണ്, IBയും ഇൻകമിങ് കറണ്ടാണ്, IN ലീവിങ് ആണ്. സോ ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ടാണ്. ദാറ്റ് മീൻസ് IN ഈസ് ഈക്വൽ ടു IR + IY + IB എന്ന് എഴുതാം. സോ ഈ 3 കറണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IRും IYയും IBയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ കറണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആഡ് ചെയ്താൽ മതി, IR + IY + IB. പിന്നെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഡീഷനിലാണെങ്കിലും വെറുതെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ പോരാ, കോംപ്ലക്സ് ഫോമിൽ തന്നെ ആഡ് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് IR എന്ന് പറയുന്നത് 5∠30 ആണെങ്കിൽ ഈ ഇക്വേഷനിലും എന്ത് തന്നെ എടുക്കണം? 5∠30 എന്ന് തന്നെ എടുക്കണം. ഓക്കെ, പ്ലസ് IY 3∠20 ആണെങ്കിൽ 3∠20 അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ പവർ ഞാൻ പറഞ്ഞു, ഓരോ ഫേസിലത്തെയും പവർ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇത് R ഫേസിലത്തെ പവറാണ്, ഫസ്റ്റത്തെ ടേം. ഇത് R ഫേസിലത്തെയാണ്, Y ഫേസിലത്തെയാണ്, B ഫേസിലത്തെയാണ്. ഈ പവർ തന്നെ നമുക്ക് വേണമെങ്കിൽ ആക്റ്റീവ് പവറാണ്, വേറൊരു ഫോർമുല വെച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ആ ഫസ്റ്റ് ഫേസ് R ഫേസിലത്തെ പവർ എന്ന് പറയുന്നത് അതിയെ കൂടെയുള്ള കറണ്ട് IRൻ്റെ സ്ക്വയർ. ഈ IRൽ പവറിൻ്റെ ഇക്വേഷനിൽ ഒരിക്കലും ആംഗിൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. IR കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. IR² ഇൻറ്റു RRN. RN എന്ന് പറഞ്ഞാൽ ഈ RRN എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ZRN തന്നിട്ടുണ്ടാവും. ആ ZRNൻ്റെ റിയൽ പാർട്ടിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ RRN പ്ലസ് IY² ഇൻറ്റു RYN പ്ലസ് IB² ഇൻറ്റു RBN ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ആക്റ്റീവ് പവർ കിട്ടും. ഇതേപോലെ റിയാക്റ്റീവ് പവറാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? IR² ഇൻറ്റു X ചെയ്യണം. റിയാക്റ്റീവ് പവർ ആണെങ്കിൽ Rന് പകരം X എടുക്കണം. XRN IY² ഇൻറ്റു XYN പ്ലസ് IB² ഇൻറ്റു XBN എന്ന് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്താലും മതി, ഈ കോസിന് പകരം സൈൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? റിയാക്റ്റീവ് പവർ കിട്ടും. ഈ കോസിൻ്റെ ടേമുകൾ എടുത്തിട്ടില്ലെങ്കിൽ, ഇതൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പവർ എന്താണ്? അപ്പാരൻറ്റ് പവറാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതിന് ഒരു എക്സാമ്പിളാണ്. എ 3 phase 400 volt 4 wire system shown in figure has a star connected load with ZA തന്നിട്ടുണ്ട്, ZB തന്നിട്ടുണ്ട്, ZC തന്നിട്ടുണ്ട്. മൂന്നും ഡിഫറൻ്റ് ആണ്. ഫൈൻഡ് ദ ലൈൻ കറൻസ് ആൻഡ് ന്യൂട്രൽ കറൻസ്. ലൈൻ കറൻസും ന്യൂട്രൽ കറൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതല്ലേ 400 വോൾട്ട്. അത് നമ്മുടെ ലൈൻ വോൾട്ടേജാണ്.
ഇപ്പോൾ ലൈൻ വോൾട്ടേജ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ എന്ത് കണ്ടുപിടിക്കാം? ഫേസ് വോൾട്ടേജ് കണ്ടുപിടിക്കാം. 400/√3 ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ദെൻ ഫേസ് വോൾട്ടേജുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ദ ഫേസ് കറണ്ട് ഇവിടെ IA RYBക്ക് പകരം ABC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ IA IB IC. സോ IA എന്ന് പറയുന്നത് എന്തായിരിക്കും? VAN. RN പകരം VAN/Z. VANൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ നോക്കുക, 230.94. അതെങ്ങനെയാണ് വന്നത്? 400/√3 ആണ്. അതിൻ്റെ ആംഗിൾ നമ്മൾ എന്തെടുത്തു? 0 എടുത്തു. ദെൻ Z 10 Ohm തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 10 ആംഗിൾ 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? IA കിട്ടി, IB കിട്ടി ആൻഡ് IC കിട്ടി. ഓക്കെ, IA കാണാൻ VAN/ZA, IB കാണാൻ VBN/ZB ആൻഡ് IC കാണാൻ VCN/ZC ചെയ്ത് കഴിഞ്ഞാൽ IA, IB ആൻഡ് IC കിട്ടി. അത് കണ്ടോ? മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിലാണ് കിട്ടുക. ഈ 3 കറണ്ടുകളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രൽ കറണ്ട് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ തന്നെ ആഡ് ചെയ്യണം? വെറുതെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കരുത്. ഇത് പ്ലസ് ഈ ടേം പ്ലസ് ഇത് കോംപ്ലക്സ് മോഡി ഇട്ട് തന്നെ ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രൽ കറണ്ട് IN കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അൺബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റമാണ്. 4 വയർ സിസ്റ്റം. വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ് 4 വയർ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.